ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലഞ്ച് പ്രിപ്പറേഷനും ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നല്ല തേങ്ങ അരച്ച മത്തൻ കറിയും കേബേജ് തോരനും ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലഞ്ചിന് ഇന്ന് എന്തുണ്ടാക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരായിരിക്കില്ല നമ്മൾ പലരും. അപ്പം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പം മത്തൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മത്തന് കട്ട് ചെയ്തെടുക്കുക. നല്ല മൂപ്പുള്ള മത്തനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ഒഴിവാക്കാം. ഇത് ഇളയ മത്തനായതുകൊണ്ട് തന്നെ ഞാൻ തൊലിയോട് കൂടിയാണ് മത്തന് കട്ട് ചെയ്തെടുക്കുന്നത്. മത്തൻ്റെ കുരു നല്ല മൂപ്പുള്ള മത്തൻ്റെ കുരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡാണ് മത്തൻ്റെ സീഡ്. ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുക. ഞാനിവിടെ ഇളയ മത്തനായതുകൊണ്ട് തന്നെ സീഡ് എടുക്കണില്ല, സീഡ് ഒഴിവാക്കിയാണ് മത്തനെ കഷ്ണങ്ങളാക്കുന്നത്. നല്ല ചതുര അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണങ്ങളാക്കി എടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കണം, അതുകൊണ്ട് തന്നെ വലിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല. മത്തനൊക്കെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. കുട്ടികൾക്കൊക്കെ മത്തൻ്റെ കറിയൊക്കെ കൂട്ടാൻ ഭയങ്കര മടിയായിരിക്കില്ലേ. ഇപ്പോൾ മോര് കറിയുടെ ഒരു ടേസ്റ്റിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ലഞ്ചിനൊക്കെ നല്ലൊരു കറിയാണിത്. ഇപ്പോൾ കഴുകി വെച്ച മത്തനിലേക്ക് 3 പച്ചമുളകും ഒരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. മത്തന് നന്നായിട്ടൊന്ന് ഉടഞ്ഞെടുക്കണം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടിച്ച് വെച്ച് കുക്കർ നന്നായിട്ട് വേവിച്ചെടുക്കുക. മത്തന് വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കേബേജ് തോരനുള്ള കേബേജ് കട്ട് ചെയ്തെടുക്കുകയാണ്. കേബേജ് കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടൂല. ഇപ്പോൾ കേബേജ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കേബേജ് കട്ട് ചെയ്തെടുക്കുന്ന മുന്നേ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഉപ്പ് വെള്ളത്തിലൊക്കെ കുറച്ച് സമയത്ത് വെച്ച് അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോവാൻ സമയത്ത് വെക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. കേബേജ് വേണമെങ്കിൽ ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കുക. പക്ഷെ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ള ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ കേബേജ് കട്ട് ചെയ്ത് വെക്കാൻ സമയം കൊണ്ട് തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു. വെള്ളം തിളച്ച് അരിയിട്ട് ചോറിന് തിളച്ചതിന് ശേഷം റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാം. കേബേജ് തോരൻ ആവശ്യമായിട്ടുള്ള എണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുക. 1/2 ടേബിൾ സ്പൂൺ കടുക്, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, ഒരു 2 തണ്ട് കറിവേപ്പിലയും അരിഞ്ഞു വെച്ച കേബേജും ഇട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീയൊന്ന് കുറച്ച് വെക്കണം. തീയൊന്ന് കുറച്ച് വെച്ച ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. കേബേജ് വേവുന്ന സമയം കൊണ്ട് തന്നെ അതിൽ തേങ്ങ ചതച്ചെടുക്കുക. 1/2 കപ്പ് തേങ്ങ, ഒരു 3 നല്ല എരിവുള്ള പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുക്കേണ്ട, ഒന്ന് ചതച്ചെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ കേബേജ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കേബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാൻ കൂന്തലിനെ നന്നായിട്ട് കഷ്ണങ്ങളാക്കി ക്ലീൻ ചെയ്ത് വെക്കുക. അതിൻ്റെ പുറം ഭാഗത്തുള്ള ആ റെഡ് സ്കിന്നൊക്കെ ഒഴിവാക്കണം. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ ചോറ് വന്നിട്ടുണ്ട്. ചോറ് ഊറ്റെടുക്കുക. നമ്മൾ മത്തൻ കഷ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചീരുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വേവിച്ച് വെച്ച മത്തൻ കഷ്ണങ്ങൾ നന്നായി
നന്നായിട്ട് ഉടച്ചെടുക്കുക. മത്തൻ നന്നായിട്ട് കുത്തി ഒടിച്ചാൽ മത്തൻ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഉടച്ചു വെച്ച മത്തൻ കഷ്ണങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്കുള്ള അരപ്പ് ഒഴിച്ചെടുക്കുക. അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കറി വറവിട്ടെടുക്കുക. അങ്ങനെ നല്ല അടിപൊളി മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് തയ്യാറാക്കാനുള്ളത് കൂന്തൽ റോസ്റ്റാണ്. കൂന്തൽ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിലാണ് കൂന്തൽ റോസ്റ്റ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇതൊരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്കൊരു ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു വെല്ലുള്ളി, കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത കൂട്ടിലേക്ക് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, 2 തക്കാളി ഇതും ചേർത്ത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഈ ഒരു കൂട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർക്കേണ്ടത്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന സാധനം കൂന്തൽ റോസ്റ്റിക്ക്. അത് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുത്ത ഉള്ളിലേക്ക് കേക്ക് വെച്ച കൂന്തൽ ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു തീ കുറച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. കൂന്തലിന് അധികം വേവൊന്നുമില്ല. വേവ് കൂടുന്നിടത്തോളം കൂന്തലിന് ഉറപ്പ് കൂടി വരികയും ആവശ്യത്തിന് മാത്രം വേവിച്ചാൽ മതി. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിന് കളർ മാറാൻ ചാൻസ് ഉണ്ട്. ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ റെഡി ആയിട്ടുണ്ട്. മക്കളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ്. അവരൊക്കെ ലഞ്ച് കഴിക്കട്ടെ. വീട്ടിലെ ക്ലീനിങ്ങും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കുകയാണ്. നല്ല തേങ്ങ അരച്ച മത്തൻ കറിയും കേബേജ് തോരനും പിന്നെ കൂന്തൽ റോസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നെത്തോലി വറുത്തെടുത്തിരുന്നു. ഇവിടെ വത്തൽ എന്ന് പറയാം, ചെറിയ മീൻ. അതിൻ്റെ ഒരു സീസണാണല്ലോ. ചിലർ സ്ഥലത്തൊക്കെ നെത്തോലി എന്ന് പറയും. അത് ജസ്റ്റ് ഒന്ന് ഉപ്പും മുളകും മഞ്ഞളും ഇട്ടൊന്ന് വറുത്തെടുത്തതാണ്. വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് കഴിക്കട്ടെ. മക്കളൊക്കെ സ്കൂളിട്ട് വരാൻ സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം കിച്ചണിലേക്ക് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് നാടൻ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. പഴംപൊരി പല രീതിയിൽ ഉണ്ടാക്കണമെങ്കിലും ഇങ്ങനെ സിമ്പിളായിട്ട് വേറെ കൂട്ടുകളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് 1 കപ്പ് മൈദ, ഒരു 1/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പിലും കുറച്ച് മധുരം നിങ്ങളെ ഇഷ്ടാനുസരണം കുറച്ചെടുക്കാം. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചെടുക്കാം. ഇതൊക്കെ അധികം പഴുക്കാത്ത പഴമായതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം മധുരം ചേർത്തിട്ടുണ്ട്. ഒരു കളറിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂണിലും പകുതി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ നാടൻ പഴംപൊരി ആയതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള പഴങ്ങൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഈ 1 കപ്പ് പഴം കൊണ്ട് ഒരു 4 പഴം വെച്ചുള്ള പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ നീളത്തിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം പഴം പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കിയെടുക്കുക. ഓയിലാണ് ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചെടുക്കുക. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോ പഴവും ഈ മാവിൽ മുക്കി പൊരിച്ചെടുക്കുക.
നല്ലൊരു ഗോൾഡൻ നിറമാകുമ്പോൾ പഴമെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ പഴംപൊരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.